സിസ്റ്റർ റാണി മരിയ, വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി. റാണി മരിയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയതിൽ നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. റാണി മരിയ ഗ്രാമങ്ങളിൽ പോയി ആൾക്കാരെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, യേശുവിൻ്റെ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും അവരുടെ സഹോദരിമാരും ഞങ്ങളുടെ സഹോദരങ്ങളും എല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലകളിൽ, സാമൂഹിക പ്രവർത്തനങ്ങളിൽ, അതുപോലെ ആതുര ശുശ്രൂഷകളിൽ ജനങ്ങളുടെ ഉന്നമനത്തിനായി യേശുവിൻ്റെ ആ സുവിശേഷവുമായി സുവിശേഷ പ്രവർത്തകർ ഇന്നും ഉദയനഗറിലും ഉദയനഗറിൻ്റെ സമീപത്തുള്ള എല്ലാ ഗ്രാമങ്ങളിലും പ്രവർത്തിച്ചു വരിക്കുന്നു എന്നുള്ളത്. റാണി മരിയയുടെ ആ പ്രവർത്തനം ഇന്നും തുടരുന്നു. റാണി മരിയ നമ്മൾക്ക് പ്രേരണയും പ്രത്യേകമായ പ്രോത്സാഹനങ്ങളും പ്രാർത്ഥനകളും ചെയ്യുന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. സിസ്റ്റർ റാണി മരിയ പലപ്പോഴും ആവർത്തിച്ച് പറയാറുള്ള ഒരു കാര്യമായിരുന്നു, ഞാൻ ഈ പാവങ്ങൾക്ക് വേണ്ടി മരിക്കും, അതെനിക്ക് സന്തോഷമാണ് എന്ന്. ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ അനന്തശക്തി ലോകം മുഴുവനിലേക്കും വ്യാപരിക്കുവാനുള്ള ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയായിട്ടാണ് ഈ വലിയ സഹനത്തെ ഞാൻ ഇന്ന് കാണുന്നത്. പാവങ്ങളെ സ്നേഹിക്കുക എന്ന ഈ പാവനമായ ദൗത്യം, അത് ഈശോ എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ്. അത് എന്ത് വില കൊടുത്തും ഞാനത് നിറവേറ്റും. എനിക്കൊന്നിനെയും പേടിയില്ല, കാരണം അത് എന്നെ ഈശോ ഏൽപ്പിച്ചതാണ്. ആരോരും അറിയാതിരുന്ന ആദിവാസികൾക്ക് അമ്മയായും, സ്ഥലവാസികൾക്ക് സഹോദരിയായും, സഹജീവികൾക്ക് റാണിയായും അറിയപ്പെട്ട ഇൻഡോർ റാണി എന്ന സിസ്റ്റർ റാണി മരിയ മധ്യപ്രദേശിൽ വെച്ച് രക്തസാക്ഷിത്വത്തിലൂടെ അകാലങ്ങളിൽ പൊലിഞ്ഞ സഭയുടെ വെള്ളി നക്ഷത്രമായി. ജയ് യേശു, ജയ് യേശു എന്ന അവളുടെ ദീനരോദനം അന്തരീക്ഷത്തിൽ മുഴങ്ങി. ഈശോ, ഈശോ എന്നുരുവിട്ടുകൊണ്ട് അവൾ തൻ്റെ ജീവൻ സമർപ്പിച്ചു. ലോകം നടുങ്ങിയ ദിവസം, രാജ്യം വിങ്ങിക്കരഞ്ഞ നിമിഷങ്ങൾ. ഒരു നിരപരാധിയെ 40ഓളം ബസ് യാത്രക്കാരുടെ മുൻപിൽ വെച്ച് 53 പ്രാവശ്യം കത്തികൊണ്ട് കുത്തി മൃതപ്പെടുത്തിയ ദിവസം. വൃത്തിയും വെടിപ്പും മരുന്നും ഭക്ഷണവും വിദ്യാഭ്യാസവും തന്ന് തങ്ങളും മനുഷ്യരാണ് എന്ന് ബോധ്യപ്പെടുത്തി തന്ന തങ്ങളുടെ പോറ്റമ്മയുടെ വേർപാട് ഈ ആദിവാസി കുട്ടികളെ തളർത്തി.
സിസ്റ്റർ റാണി മരിയ, വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി. സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ നിയോഗിക്കപ്പെട്ട ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ്റെ ഹൃദയ താഴ്മയിലൂടെ വിശുദ്ധിയിലേക്ക് എന്ന ആദർശം അക്ഷരാർത്ഥത്തിൽ ജീവിച്ച് പുണ്യസോപാനത്തിലേക്ക് ഉയർന്ന 2 സ്വർഗീയ പുഷ്പങ്ങൾ, വിശുദ്ധ അൽഫോൻസാമ രക്തസാക്ഷി, വാഴ്ത്തപ്പെട്ട റാണി മരിയ. സ്നേഹിതന് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന യേശുവിൻ്റെ ആഹ്വാനം നെഞ്ചിലേറ്റി തൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ 20 വർഷക്കാലവും ഉത്തരേന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ സത്യത്തിൻ്റെയും നീതിയുടെയും ശബ്ദമായി മാറി അവസാനത്തുള്ളി രക്തം വരെ ചിന്തി രക്തസാക്ഷിയായി വാഴ്ത്തപ്പെട്ടവളായി അൾത്താരയിലേക്ക് ഉയർത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയ. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിന് സമീപം പുല്ലുവഴിയിൽ വട്ടാലിൽ പൈലി ഏലീശ്വ ദമ്പതികളുടെ 3ാമത്തെ മകളായി 1954 ജനുവരി 29 ജനിച്ച സിസ്റ്റർ റാണി മരിയ വളരെ ചെറുപ്രായത്തിൽ തന്നെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുവാൻ തീരുമാനിച്ചുറച്ചു. തൻ്റെ അനുജത്തി സെൽമിയെ പ്രാർത്ഥനകൾ പഠിപ്പിച്ചും ബൈബിൾ പഠിപ്പിച്ചും തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് ആഴം കൂട്ടി. മകളുടെ തീരുമാനത്തിന് ആരും എതിരു പറഞ്ഞില്ല. ജൂലൈ 3 കിടങ്ങൂർ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് മഠത്തിൽ ചേർന്ന് റാണി പഠനത്തിലും പ്രാർത്ഥനയിലും അച്ചടക്കത്തിലും വളർന്നു. 1974 മെയ് 1 അങ്കമാലി മാതൃഭവനത്തിൽ സഭാവസ്ത്ര സ്വീകരണം നടത്തി. നിത്യവ്രത വാഗ്ദാനത്തിന് ശേഷം 1980 ഉത്തർപ്രദേശിലെ ബിജ്നോർ രൂപതയിൽ മിഷണറിയായി പ്രവർത്തിക്കുവാൻ പുറപ്പെട്ടു. സംഭവബഹുലമായ ഒരു ജീവിതത്തിന്റെ തുടക്കമായിരുന്നു ഈ യാത്ര. 1989 റീവ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമൂഹിക ശാസ്ത്രത്തിൽ സിസ്റ്റർ മാസ്റ്റർ ബിരുദം കരസ്ഥമാക്കി. 9 വർഷത്തെ പാറ്റ്നയിലെ പ്രവർത്തനം വഴി ഓർഗഡി മേഖലയെ വികസനത്തിന്റെ പുളകമണിയിച്ച വിജയഗാഥയ്ക്ക് ശേഷം 1992 മെയ് 16 മധ്യപ്രദേശിലെ ഇൻഡോർ രൂപതയിലെ ഉദയനഗറിലെ ആദിവാസി മേഖലയിലേക്ക് സിസ്റ്റർ റാണി മരിയ തന്റെ പ്രേഷിത രംഗം മാറ്റി. നീതിയും സ്വാതന്ത്ര്യവും സമാധാനവും തൻ്റെ സഹജീവികൾക്ക് പ്രദാനം ചെയ്യുവാനായി സിസ്റ്ററിൻ്റെ ജീവിതത്തിലുടനീളം വളരെ ആത്മാർത്ഥമായി സിസ്റ്റർ പരിശ്രമിച്ചിരുന്നു. അക്ഷരജ്ഞാനമോ അറിവോ ഇല്ലാത്ത ഈ ആദിവാസികളെ തലമുറകളായി അടിമകളാക്കി വെച്ചിരുന്ന ഭൂപ്രഭുക്കന്മാരുടെ അടിമത്വത്തിനെതിരെ സിസ്റ്റർ റാണി മരിയയും സഹസന്യാസിനികളും പ്രവർത്തനം ആരംഭിച്ചു. അവരുടെ ചെറിയ കടബാധ്യതകൾ വലുതായി. അവർ അടിമകളായി. അവരെ അടിമകളാക്കി വെച്ചുകൊണ്ടിരുന്ന സമ്പ്രദായത്തിനെതിരെ ആദിവാസികളെ ബോധവാന്മാരാക്കി അവരെ സ്വന്തം കാലിൽ നിർത്താൻ സിസ്റ്റർ റാണി മരിയയും കൂട്ടു സഹോദരിമാരും അഹോരാത്രം പണിയെടുത്തു. സ്വാശ്രയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി സമ്പാദ്യശീലം
ഒരു ജീവിതചര്യയാക്കി മാറ്റി. സിസ്റ്റർ റാണി മരിയയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ പാവങ്ങളെ സ്വയം പര്യാപ്തമാക്കുന്നതിനോടൊപ്പം വിദ്യാഭ്യാസത്തിലൂടെയുള്ള ഒരു ജനകീയ മുന്നേറ്റമുണ്ടായാലേ ഈ വിപ്ലവം വിജയത്തിലേക്കെത്തൂ എന്ന്. ഈ തിരിച്ചറിവിൻ്റെ ഫലമായി റാണി മരിയ ഗ്രാമങ്ങളിൽ മരത്തണലുകൾ ക്ലാസ് മുറികളാക്കി മാറ്റി. വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് കുട്ടികളെ ക്ലാസ്സുകളിൽ എത്തിച്ചത്. കാരണം അവരുടെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് അക്ഷരം പഠിക്കുക എന്നത്. തുടർന്ന് ഇൻഡോർ രൂപത ഉദയനഗറിൽ തുടങ്ങിയ ഗേൾസ് ആൻഡ് ബോയ്സ് ഹോസ്റ്റലിൽ കുട്ടികളെ താമസിപ്പിച്ച് പഠിപ്പിച്ചു. തികച്ചും സൗജന്യമായാണ് കുട്ടികളെ പഠിപ്പിച്ചിരുന്നത്. 20ഓളം കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളാണ് 800ഓളം കുട്ടികൾ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളായി ഉയർത്തപ്പെട്ടത്. പാടത്ത് പണിതും മൃഗങ്ങളുടെ കൂടെ ജീവിച്ചും പുറം ലോകമറിയാതെ അജ്ഞരായി ജീവിക്കേണ്ടിയിരുന്നവരെ മിടുമിടുക്കന്മാരായി രാജ്യത്തിന് സമ്മാനിക്കുന്ന സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുവാൻ മാതാപിതാക്കന്മാർ മത്സരിക്കുകയാണ്. ഈ സ്കൂളിൽ പഠിച്ചു പുറത്തിറങ്ങിയ കുട്ടികളിൽ പലർക്കും നല്ല ജോലി ലഭ്യമായപ്പോൾ ഈ പാവങ്ങളായ ആദിവാസികളുടെ ജീവിത നിലവാരം ഉയർന്നു. എന്നാലും അടിമത്തം എന്ന വ്യവസ്ഥിതി നിലനിൽക്കുന്നതിനാൽ FCC കോൺഗ്രിഗേഷനും ഇൻഡോർ രൂപതയും അക്ഷീണം പരിശ്രമിക്കുകയാണ് ഇപ്പോഴും ഈ സാമൂഹിക വിപത്തിനെതിരെ. ഇത്രയും ഈ ഇൻറ്റീരിയർ വില്ലേജിൻ്റെ അകത്ത് ഇത്രയും വലിയ സ്കൂൾ ഉണ്ടാവുക എന്നുള്ളത് സിസ്റ്ററിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഇതിനു മുമ്പ് സിസ്റ്റർ ജോലി ചെയ്തിരുന്ന സ്ഥലത്തും സിസ്റ്ററിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ കുട്ടികൾ സ്കൂളിൽ പോകുക എന്നുള്ളതും. അതുകൊണ്ട് ഇവിടെ ഹോസ്റ്റലായിരുന്ന സമയത്ത് കുറച്ച് പിള്ളേരുണ്ടായിരുന്നു, 10-25 പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ അവരുടെ വീടുകളിലൊക്കെ പോവുകയും വില്ലേജുകളിലെന്നും പോവുകയും വീടുകളിൽ പോയി സന്ദർശിച്ച് അവരുടെ പാരൻസൊന്നും അധികം എഡ്യൂക്കേറ്റഡ് ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റർ അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം അവർക്ക് അറിയില്ല. അപ്പോൾ അവർ ബോധവൽക്കരിച്ച് കുട്ടികളെ സ്കൂളിൽ വിടാനായിട്ടുള്ള എല്ലാ പ്രയത്നവും സിസ്റ്റർ ചെയ്തിട്ടുണ്ട് സിസ്റ്റർ ഇവിടെ ആയിരുന്ന സമയത്ത്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം ആദിവാസി കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്. നാനാജാതി മതസ്ഥരായ കുട്ടികൾ ഉയർന്ന ജാതിക്കാരെന്നോ താഴ്ന്ന ജാതിക്കാരെന്നോ ഒരു വ്യത്യാസമില്ലാതെ ഒരേ ബെഞ്ചിലിരുന്ന് അവർ അറിവ് സമ്പാദിക്കുന്നു. കാരണം ഇവിടുത്തെ വലിയൊരു പ്രോബ്ലമായിരുന്നു കാസ്റ്റിസം എന്നുള്ളത്. പക്ഷേ നമ്മുടെ സ്കൂൾ വന്നത് പിന്നെ അതിനെയൊക്കെ മറികടന്ന് ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ കുട്ടികൾ ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് അവർ അറിവ് സമ്പാദിക്കുന്നു. %95 ആദിവാസി കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ അവരുടെ ആചാരങ്ങളും പരമ്പരാഗത നൃത്തങ്ങളും അന്യം നിന്ന് പോകാതിരിക്കുവാൻ LKG മുതൽ അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുവാൻ സഭ ശ്രദ്ധിക്കുന്നു. അധ്യാപകരും സിസ്റ്റേഴ്സും ഈ പാരമ്പര്യ നൃത്ത പരിപാടികളിൽ പങ്കുചേരുന്നു. ഞാൻ ദിലീപ് സുല്യാണ്. സെമിലി ഗ്രാമത്തിൽപ്പെട്ടതാണ്. ഞാൻ സിസ്റ്റർ റാണി മരിയയുടെ സമയത്ത് 6ാം ക്ലാസ്സിൽ മിർജാപൂരിലെ ശാന്തി സദനിൽ പഠിച്ചിരുന്നു. സിസ്റ്റർ ഞങ്ങൾക്ക് 6ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൻ്റെ ട്യൂഷൻ എടുത്തിരുന്നു. ഞങ്ങൾ നന്നായി പഠിച്ചിരുന്നു. പിന്നീട് സൺഡേ സ്കൂളിലും ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ സിസ്റ്ററിൻ്റെ കൂടെ ചിലവഴിക്കാൻ നല്ല അവസരം കിട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ ഒരു വാഴ്ത്തപ്പെട്ടവളാകുന്നതുകൊണ്ട്. എൻ്റെ പേര് ഹുമ മേഡ. ഇതിനു മുമ്പ് ഇവിടെ ഒന്നുമില്ലായിരുന്നു. സിസ്റ്റർ വന്നതിന് ശേഷമാണ് ഇവിടെ എല്ലാം ലഭ്യമായത്. എല്ലാ ഗ്രാമത്തിലും സമൂഹങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് എല്ലാവർക്കും സഹായങ്ങൾ കിട്ടുന്നു. എല്ലാ പ്രാവശ്യവും സംഘങ്ങളിൽ നിന്ന് പൈസ എടുത്ത് വയലിനും തോട്ടത്തിനും അതുപോലെ വിവാഹ കാര്യങ്ങൾക്കുമൊക്കെ ചെലവഴിക്കാൻ സാധിക്കുന്നുണ്ട്. സിസ്റ്റർ ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്.
എൻ്റെ കൂടെ ഇരിക്കുന്ന ജർമ്മ മാസ്റ്റർ ഈ ഗ്രാമത്തിലെ മുഖ്യനാണ്. സിസ്റ്റർ റാണി മരിയയെ പറ്റിയും റാണി മരിയ ചെയ്തിരിക്കുന്ന സേവനത്തെ പറ്റിയും അറിയാവുന്ന ഒരാളാണ് ജർമ്മ മാസ്റ്റർ. सो सिस्टर रानी मरिया के बारे में आप जानते हैं और सिस्टर रानी मरिया ने इस गांव आकर लोगों के लिए कई अच्छा कार्य किए हैं. कार्य किया ना. उसने समूह बनाने का काम शुरू किया. 1991 में आए. 1992 സിസ്റ്റർ റാണി മരിയ ഇവിടെ എത്തിച്ചേർന്നു. ഞങ്ങളുടെ ഇടയിൽ സ്വാശ്രയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി സമ്പാദ്യശീലം വളർത്തി. ജന്മികളുടെ അടിമകളായിരുന്ന ഞങ്ങൾക്ക് ബാങ്കിംഗ് ഇടപാടുകളില്ലായിരുന്നു. ബാങ്കുകളിൽ ഞങ്ങളെ കൊണ്ട് അക്കൗണ്ട് എടുപ്പിച്ചു. കുറഞ്ഞ പലിശയ്ക്ക് കൃഷി ലോണുകൾ സിസ്റ്റർ റാണി മരിയ ഇടപെട്ട് ലഭ്യമാക്കി. ബാങ്കുകളുടെ സഹായത്താൽ കൃഷിക്കാവശ്യമായ വിത്ത്, വളം, വീട് നിർമ്മാണം, എരുമകളെ വാങ്ങിക്കൽ എന്നിവയിലൂടെ ഞങ്ങൾ സാവകാശം സ്വയം പര്യാപ്തരായി. സിസ്റ്റർ ആദിവാസികളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, എന്തെങ്കിലും അന്യായം നടന്നാൽ ഉടനെ സിസ്റ്റർ പോലീസ് സ്റ്റേഷനിൽ പോയി ആദിവാസികൾക്കു വേണ്ടി വാദിച്ചിരുന്നു. എന്റെ ജനങ്ങളോട് അന്യായം പ്രവർത്തിക്കരുത്, നിയമം അനുസരിച്ച് ഇടപെടാവൂ എന്ന് പറഞ്ഞിരുന്നു. പല പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ റാണി സിസ്റ്റർ രക്ഷപ്പെടുത്തി. അവർ ഞങ്ങളുടെ രക്ഷകയായിരുന്നു. ആദിവാസികളുടെ അവകാശങ്ങൾക്കു വേണ്ടി നിരന്തരം അവർ പോരാടിയിരുന്നു. आप जानते हैं ना सिस्टर रानी मरिया को? സിസ്റ്ററിനെ നന്നായി അറിയാം. സിസ്റ്റർ വന്ന് ഞങ്ങളെ ബോധവൽക്കരിച്ചു. ഇതിനു മുമ്പ് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. സിസ്റ്റർ വന്നതിന് ശേഷം കുട്ടികളെ സ്കൂളിൽ വിടുന്നതിന് സഹായിച്ചു. ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ സംഘങ്ങൾ ഉണ്ടാക്കാനും അത് നന്നായി നടത്തുന്നതിനും പഠിപ്പിച്ചു. സംഘത്തിൽ എല്ലാവരും 5 രൂപ വെച്ച് ഫണ്ടുണ്ടാക്കി അതിൽ നിന്നും ഇൻഡോറിൽ പോയി വസ്ത്രം വാങ്ങിച്ച് സംഘത്തിൽ എല്ലാവർക്കും വിതരണം ചെയ്യുകയും ചെയ്തു. സംഘങ്ങൾ മുന്നോട്ട് നയിക്കാനുള്ള ധൈര്യം തന്നു. ഒരിക്കൽ വീട്ടിലെ എരുമകൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് സിസ്റ്ററിനോട് പറഞ്ഞിരുന്നു. സിസ്റ്റർ പോകുന്നതിന് 2 ദിവസം മുൻപ് എന്നെ വിളിച്ച് എരുമകൾ വാങ്ങുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇത്രയും പറഞ്ഞാണ് അവർ പോയത്. പിന്നെ സിസ്റ്റർ തിരിച്ചു വന്നില്ല. എന്താണ് യഥാർത്ഥത്തിൽ റാണി മരിയ കൊല്ലപ്പെടാനുണ്ടായ കാരണം എന്താണെന്നൊന്ന് പറയാമോ? അതായത് റാണി മരിയ ഇവിടുത്തെ ആദിവാസികളെ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിച്ചു. അവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാം വളരെ സത്യസന്ധമായിട്ട് അധികാരികളെ അറിയിക്കുകയും അവർക്ക് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇവിടുത്തെ മിഡിൽ മാന് അത് പ്രശ്നമായി. അവരാണ് ഇതിന് കൂടുതലും കാരണക്കാരായത്. അപ്പോൾ റാണി മരിയ അവരുടെ ഇൻട്രസ്റ്റിന് വിരുദ്ധമായിട്ട് പെരുമാറുമായിരുന്നു. അതുകൊണ്ട് അവർക്ക് റാണി മരിയയോട് ഒരു വലിയൊരു വിദ്വേഷമുണ്ടായി. പാവങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ നിന്നതാണ് ഈ ദുരന്തത്തിന് കാരണം. പാവങ്ങൾക്ക് വേണ്ടി വാദിച്ചതാണ് റാണി മരിയയുടെ ഈ ഹത്യയ്ക്കുള്ള കാരണം. എതിർക്കാൻ കഴിവില്ലാത്ത ആ പാവങ്ങൾക്ക് ഏക ആശ്രയം സിസ്റ്റർ റാണി മരിയായിരുന്നു. അതെ, സിസ്റ്റർ റാണി പാവങ്ങൾക്ക് വേണ്ടി അവരുടെ വേദനയിൽ പങ്കുകൊണ്ട് അവർക്ക് വേണ്ടി മരിക്കാനും ധീരതയോടെ എന്തും ചെയ്യാനും പൗരുഷത്വത്തെ വെല്ലുന്ന ധീരതയോടുകൂടി അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും സദാ തയ്യാറായിരുന്നു. എന്ത് ത്യാഗവും സഹിക്കുവാൻ റാണി തയ്യാറായിരുന്നു. ആ നാട്ടിലെ ഭൂവുടമകളാരെന്നും ഈ പാവപ്പെട്ട മനുഷ്യരാരെന്നും അറിയാമായിരുന്നു എനിക്ക്. ഞാൻ വളരെ വിഷമത്തോടുകൂടി ഞാൻ പറഞ്ഞു, സിസ്റ്റർ റാണി ഇങ്ങനെ പോയാൽ ആരെങ്കിലും റാണിയെ തല്ലിക്കൊല്ലും. ഇത് കേട്ടപ്പോൾ റാണിക്ക് വിഷമമല്ല ഉണ്ടായത്. വളരെ ധീരതയോടെ സന്തോഷത്തോടെ പ്രസന്നതയോടുകൂടി എന്നോട് പറഞ്ഞു, അതെ, ഈ പാവങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കും, എനിക്കത് സന്തോഷമാണ്. റാണി ഫെബ്രുവരി 25-ാം തീയതി മരിച്ചു എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് റാണിയുടെ സ്വരമാണ്. ഈ പാവങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കും, അതെനിക്ക് സന്തോഷമാണ്. ഉദയനഗറിലെ സ്നേഹസദൻ കോൺവെന്റിൽ നിന്നും സിസ്റ്റർ റാണി മരിയ കേരളത്തിലേക്കുള്ള യാത്രയ്ക്കൊരുങ്ങി. ഔദ്യോഗിക കാര്യങ്ങൾക്കൊപ്പം മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും സന്ദർശിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഈ യാത്ര ശത്രുക്കൾ മണത്തറിഞ്ഞു. അവർ ഈ മാടപ്രാവിനെ വീഴിക്കുവാൻ വലകൾ വിരിച്ചു.
തങ്ങളുടെ കറവ പശുക്കളായ ഗ്രാമീണരെ സ്വന്തം കാലിൽ നിർത്തി തങ്ങളുടെ ചൂഷണം അവസാനിപ്പിച്ച ഇവളെ തകർക്കുക. ഒരു ഗ്രാമീണ യുവാവിനെ അവർ വിലക്കെടുത്തു. സമന്ദർ സിംഗ്. യജമാനന്മാർ പറഞ്ഞത് അവൻ അനുസരിച്ചു. പട്ടാപ്പകൽ ആ മാടപ്രാവിനെ വനമധ്യത്തിൽ വെച്ച് ഒരു കടാരിമുനയാൽ 54 കുത്തുകുത്തി മൃഗീയമായി കൊലപ്പെടുത്തി. ഓരോ കുത്തിലും ജയ് യേശു, ജയ് യേശു എന്ന അവളുടെ ദീനരോദനം അന്തരീക്ഷത്തിൽ മുഴങ്ങി. ഈശോ, ഈശോ എന്നുരുവിട്ടുകൊണ്ട് അവൾ തൻ്റെ ജീവൻ സമർപ്പിച്ചു. ലോകം ഞടുക്കത്തോടെയാണ് ഈ വാർത്ത കേട്ടത്. പോലീസ് ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് കുതിച്ചു. പാവങ്ങളിൽ പാവങ്ങളായ ജനങ്ങൾക്കു വേണ്ടി അവരിൽ ഒരുവളായി മാറിക്കൊണ്ട് നിസ്വാർത്ഥവും ത്യാഗനിർഭരവുമായ സേവന പ്രവർത്തനങ്ങളുമായി ഓടി നടന്ന ദൈവത്തിൻ്റെ കുഞ്ഞുമാലാഖ. 40ഓളം യാത്രക്കാരുടെ മുന്നിൽ നിഷ്കരുണം 50-ൽ പരം കത്തിക്കുത്തുകളേറ്റ് വധിക്കപ്പെടുക അവിശ്വസനീയം തന്നെ. അനേകർക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനും തൻ്റെ നാഥനെപ്പോലെ സിസ്റ്റർ റാണി മരിയയും തൻ്റെ രക്തവും ജീവനും പൂജാദ്രവ്യമായി മോചനദ്രവ്യമായി കൊടുത്തു. ആയിരങ്ങൾക്കു വേണ്ടി വിയർപ്പൊഴുക്കി അവസാനം അന്ത്യരക്തത്തുള്ളി പോലും ചിന്തിയ ധീരരക്തസാക്ഷിണി, ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന റാണി മരിയ. തങ്ങളുടെ രക്ഷകയെ കാണുവാൻ ജനമാർത്തിരമ്പി. അവസാനമായി ഒരു നോക്ക് കാണാൻ. ദൈവിക സ്നേഹത്തിന് ജാതിയില്ല, മതമില്ല. സ്നേഹം, സ്നേഹം മാത്രം. ഈ ജനപ്രവാഹം അതിന് തെളിവായിരുന്നു. സിസ്റ്റർ റാണി മരിയയുടെ പാദസ്പർശനമേറ്റ് വിയർപ്പ് തുള്ളികൾ വീണ ഉദയനഗർ ഗ്രാമവീഥിയിലൂടെയുള്ള വിലാപയാത്ര ജനസമുദ്രമായി മാറി. എല്ലാവർക്കും തങ്ങളുടെ റാണിയെ കാണണം. ഇൻഡോർ റാണിയെ അവസാനമായി ഒരു നോക്ക് കാണണം. വൃത്തിയും വെടിപ്പും മരുന്നും ഭക്ഷണവും വിദ്യാഭ്യാസവും തന്ന് തങ്ങളും മനുഷ്യരാണ് എന്ന് ബോധ്യപ്പെടുത്തി തന്ന തങ്ങളുടെ പോറ്റമ്മയുടെ വേർപാട് ഈ ആദിവാസി കുട്ടികളെ തളർത്തി. കുടുംബാംഗങ്ങളുടെ അന്ത്യചുംബനം ഒരു വിലാപമായി മാറി. റാണി മരിയയുടെ പിതാവ് വട്ടയാലിൽ പൈലി മകൾക്ക് യാത്രാമൊഴി നൽകി. റാണി മരിയ സിസ്റ്ററിൻ്റെ ഇളയ സഹോദരി സിസ്റ്റർ സെൽമി ചേച്ചിക്ക് യാത്രാമൊഴി നൽകി. എന്നെ മോളെ എന്ന് വിളിക്കുവാൻ
വല്യച്ചി വരില്ല ഇനി. എല്ലാവർക്കും പ്രചോദനമായി ക്രിസ്തു സാക്ഷിയായി ജീവിച്ച റാണി സഹോദരിക്ക് അന്ത്യപ്രണാമം. വിട വിട. നിത്യപ്രകാശത്തിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾ ഇവിടം വരെ. നീ ഞങ്ങൾക്ക് എന്നും വെളിച്ചമാണ്, അനേകായിരങ്ങൾക്ക് പ്രചോദനമാണ്. ഇരുട്ടിൻ്റെ മുഖം വലിച്ചു കീറി പ്രകാശത്തിൻ്റെ പൊൻകിരണങ്ങൾ കാട്ടിത്തന്ന സഹോദരി, നിനക്ക് വന്ദനം. രക്തസാക്ഷികൾ മരിക്കുന്നില്ല. അതെ, റാണി മരിയ മരിച്ചിട്ടില്ല. റാണി മരിയയുടെ കൊലയാളി സമുന്ദർ സിംഗ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. താമസിയാതെ കൂട്ടാളികളായ രണ്ടുപേരും ജയിലിലായി. ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള മാധ്യമങ്ങൾ ഈ കൊലപാതകത്തെ വൻ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. ലോക ജനത ഈ പൈശാചിക കൃത്യത്തെ അപലപിച്ചു. മധ്യപ്രദേശിലാകെ പ്രതിഷേധ റാലികൾ നടന്നു. रानी मरिया अमर रहे। सिस्टर रानी मरिया अमर रहे। सिस्टर रानी मरिया अमर रहे। सिस्टर रानी मरिया हमारी माँ जैसी थी। सिस्टर रानी मरिया से हम बहुत എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ. സിസ്റ്റർ റാണി മരിയ ഞങ്ങൾക്കു വേണ്ടി രക്തം ചിന്തി, ഞങ്ങൾക്കു വേണ്ടി മരിച്ചു, ഞങ്ങളെ സ്നേഹിച്ച കുറ്റത്തിന്. सिस्टर रानी मरिया अमर रहे। सिस्टर रानी मरिया अमर रहे. ഇതാണ് സ്വാമിയച്ചൻ. തൃശൂർ ജില്ലയിലെ ഒല്ലൂർ സ്വദേശിയായ മൈക്കിൾ പുറാട്ടുകര എന്ന CMI വൈദികനായ സ്വാമിയച്ചൻ നരസിംഗ്പൂരിലും ചിന്വാഡ ആശ്രമത്തിലും സേവനം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് സിസ്റ്റർ റാണി മരിയയുടെ ഘാതകനായ സമുന്ദർ സിംഗ് ഉൾപ്പെടെയുള്ളവർക്ക് ജീവപര്യന്തം ശിക്ഷ കിട്ടി എന്നറിഞ്ഞത്. സ്വാമിയച്ചൻ്റെ ഉള്ളിൽ അവർക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന ദൈവിക ദർശനമുണ്ടാകുകയും കൊലയാളിയായ സമുന്ദർ സിംഗിനെ ജയിലിൽ ചെന്ന് സന്ദർശിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ആ തീരുമാനം ലോകം അത്ഭുതത്തോടെയാണ് വീക്ഷിച്ചത്. സമുന്ദർ സിംഗിനെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ പ്രാപ്തമായിരുന്നു ആ സന്ദർശനമെന്ന് പിന്നീടാണ് ലോകം മനസ്സിലാക്കിയത്. कैसे ठीक है, मैं समझिए नाशमुर से आया और इसलिए ईश्वर ने आपको क्षमा दिया है। ये कैसे संभव है? मुझे एक संदेश मिल गया है, प्रभु यीशु ने आपको क्षमा दिया है। वो संदेश लेकर मैं अपने आश्रम छोड़कर आपको ढूंढते ढूंढते ये इंदौर आया है। आपको चिंता का बात नहीं है, हमें एक नया ज़िंदगी जीना है। आज से आप ज़िंदगी पर मैं आपको भाई बनाएगा, आपको मैं कभी नहीं छोड़ूंगा, न कभी आपको नहीं भूलूंगा। आप सब कुछ है मेरे लिए, आपको चिंता की बात नहीं है, आपको एक नया ज़िंदगी जीना है। ठीक है, जो ईश्वर की इच्छा। ईश्वर के सब कुछ ईश्वर के साथ संभव है। आपको एक नया ज़िंदगी आज जीना है। നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാടിനെ തേടിയുള്ള ഇടയന്റെ യാത്രയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു സ്വാമിയച്ചൻ്റെ സെൻട്രൽ ജയിൽ സന്ദർശനം. അതൊരു ദൗത്യമായിരുന്നു, ഏതൊരു ക്രിസ്ത്യാനിയും അനുവർത്തിക്കേണ്ടുന്ന ദൗത്യം. പരിശുദ്ധാത്മാവിന്റെ ഉൾപ്രേരണയാൽ സ്വാമിയച്ചൻ ധൈര്യപൂർവം ആ കൊലയാളിയുടെ മുൻപിലെത്തി. ജയിൽ മോചിതനാകുമ്പോൾ തെറ്റ് ചെയ്യാത്ത ആ മാടപ്പിറാവിന്റെ മാറിൽ കത്തി കുത്തിയിറക്കുവാൻ പ്രേരിപ്പിച്ചവരെ കൊന്നൊടുക്കി സ്വയം ആത്മഹത്യ ചെയ്യണം എന്ന് തീരുമാനിച്ച സമുന്ദർ സിംഗിന്റെ മനസ്സിലേക്ക് തന്നെക്കുറിച്ചുള്ള
ദൈവസ്നേഹത്തെക്കുറിച്ച് സ്വാമിയച്ഛൻ ഓതിയപ്പോൾ അവിശ്വസനീയമായ ഒരാനന്ദത്തിലേക്ക് സമുന്ദർ കൂപ്പുകുത്തി. പകയുടെ കനലിലേക്ക് ഒരു ജലപ്രവാഹം. ഇതൊരു തുടക്കമായിരുന്നു. ഭോപ്പാലിൽ മിഷണറിയായി പ്രവർത്തിക്കുന്ന റാണി മരിയ സിസ്റ്ററുടെ അനുജത്തി സിസ്റ്റർ സെൽമിയെ അച്ഛൻ പോയി കണ്ടു. രാഖി ദിവസം രാഖി കെട്ടിക്കൊണ്ട് സമുന്ദറിനെ സഹോദരനായി സ്വീകരിക്കുവാനും അവനോട് ക്ഷമിക്കുവാനും അച്ഛൻ ആവശ്യപ്പെട്ടു. വളരെ ആശാവഹമായിരുന്നു ആ സന്ദർശനം. സിസ്റ്റർ സെൽമി അങ്ങനെ ഒരു അവസരത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പ്രൊവിൻഷ്യൽ മദർ സ്റ്റാർലിയെയും കൂട്ടി സ്വാമിയച്ഛൻ ഇൻഡോർ സെൻട്രൽ ജയിലിലേക്ക് യാത്രയായി. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതീകമായ രാഖി കെട്ടിക്കൊണ്ട് സിസ്റ്റർ സെൽമി തൻ്റെ ചേച്ചിയെ അരുംകൊല ചെയ്ത ഘാതകനെ ദൈവനാമത്തിൽ സ്വന്തം സഹോദരനായി സ്വീകരിക്കുന്ന അവിശ്വസനീയ നിമിഷങ്ങൾ. ലോകചരിത്രത്തിലെ ആദ്യ സംഭവമായിരിക്കാം ഇത്. ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, ഒരു കരണത്തടിച്ചവന് മറുകരണം കൂടി കാണിക്കുവാൻ പഠിപ്പിച്ച, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിൻ്റെ മാതൃക കാട്ടിയ യേശുദേവന്റെ കാലടികൾ പിന്തുടർന്ന ഈ സന്യാസ ശ്രേഷ്ഠർ നമുക്കേവർക്കും മാതൃകയാണ്. എല്ലാവരാലും വെറുക്കപ്പെട്ട എന്നെ ഇങ്ങനെയും സ്നേഹിക്കുവാൻ ഇവർക്കെങ്ങനെയായി? എന്തൊരാനന്ദം മനസ്സിന്! ഒരു കുളിർമഴ പെയ്ത അനുഭവം. ഇതിനാണോ ദൈവസ്നേഹമെന്ന് പറയുന്നത്? ഇവരാണോ ക്രിസ്ത്യാനികൾ? ഈ സമുദ്ര സിംഗിൻ്റെ ശിക്ഷാ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ അവൻ ജയിലിൽ നിന്നും മോചിതനായി എന്നറിഞ്ഞു. അപ്പോൾ അതിൽ വലിയൊരു ഇടപെടൽ സിസ്റ്റർ റാണി മരിയയുടെ കുടുംബത്തിനുണ്ടായിരുന്നു എന്ന് കേട്ടു. എന്തായിരുന്നു ആ ഇടപെടൽ? അതായത് സ്വാമിയച്ഛന് ഇങ്ങനെ പറയുമായിരുന്നു, ജയിലിൽ 5 വർഷം കഴിഞ്ഞവർക്ക് പ്രൊബേഷൻ പീരീഡിൽ ഇറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന്. അപ്പം ഞാനും അച്ഛനോട് ഒത്തിരി സഹകരിച്ചു. കാരണം ഒരു നല്ല കാര്യമാണല്ലോ, സ്വന്തം സഹോദരൻ ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഫീലിങ്സ് എനിക്ക് കിട്ടിയതുകൊണ്ട് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഇറക്കണം എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, നമുക്കത് ചെയ്യാം അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛന് ഒത്തിരി സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ അപ്പച്ചനും അമ്മയും ഇൻഡോർ ബിഷപ്പ് സ്വാമിയും പ്രൊവിൻഷ്യൽ സിസ്റ്റർ റോസ്ലി പാറേക്കാട്ടിലും പിന്നെ ഞാനും ഇതിന് സ്റ്റാമ്പ് പേപ്പറിലാണ് ഇത് ഞങ്ങൾ എഴുതി കൊടുത്തത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എഴുതി കൊടുത്ത് സൈനിട്ട് ഗവർണറിന്, മുഖ്യമന്ത്രി, അങ്ങനെ വേണ്ടിടത്ത് എല്ലായിടത്തും ഞങ്ങൾ ഈ ആപ്ലിക്കേഷൻ എത്തിച്ചു. ഞങ്ങൾക്ക് പക്ഷേ എത്തിച്ചെങ്കിലും ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇത് കോർട്ട് അനുവദിക്കുമെന്നുള്ളത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് 2006 ഓഗസ്റ്റ് 22 അതും സിസ്റ്റർ റാണി മരിയയുടെ ഫീസ്റ്റിൻ്റെ അന്ന് തന്നെ എനിക്ക് അവൻ ഫോൺ വിളിച്ചു, ദീദി ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞു. റാണി മരിയ സിസ്റ്ററിന്റെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ക്ഷമിക്കുന്ന സ്നേഹം അത്യപൂർവമായ ഒരു വിധിക്ക് സാക്ഷ്യം വഹിച്ചു. ജീവപര്യന്ത ശിക്ഷ ഇളവ് ചെയ്ത് സമുന്ദർ സിംഗ് ജയിൽ മോചിതനായി. ഈ ക്ഷമിക്കുന്ന സ്നേഹം സമുന്ദർ സിംഗിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. ജയിൽ മോചിതനായാൽ ഉടൻ തന്നെക്കൊണ്ട് ഒരു മാടപ്രാവിന്റെ ജീവൻ പൊലിയിച്ചവരെ കൊന്ന ശേഷം ആത്മഹത്യ ചെയ്യണം എന്ന് വിചാരിച്ച സമുന്ദർ സിംഗിൽ ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ തിരമാലകൾ ആഞ്ഞടിച്ചു.
അതിൽ മുങ്ങിക്കുളിച്ച സമുന്ദർ സിംഗ് സ്വാമിയച്ഛനെ ചെന്ന് കണ്ടു. തന്നോട് ക്ഷമിച്ച സിസ്റ്റർ റാണി മരിയയുടെ അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോടും മാപ്പ് പറഞ്ഞ് ആ കാൽക്കൽ വീഴണം. ആനാത്തിൽ പിതാവിന്റെ അനുഗ്രഹാശിസ്സോടെ സ്വാമിയച്ഛനും സമുന്ദർ സിംഗും കേരളത്തിലേക്ക് യാത്രയായി. സ്നേഹത്തിന്റെ സുന്ദരമുഖം കാണിച്ചു തന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് സമുന്ദർ സിംഗ് യാത്രയായി. ആയിരം പാദസ്വരങ്ങൾ കിലുക്കിയൊഴുകുന്ന ആലുവ പുഴയുടെ മുകളിലൂടെ KK എക്സ്പ്രസ് കിതച്ച് കിതച്ചെത്തി. പെരുമ്പാവൂരിനടുത്ത് പുല്ലുവഴിയിലേക്കുള്ള റാണി മരിയയുടെ വീട്ടിലേക്കുള്ള യാത്രയുടെ ഓരോ നിമിഷവും സമുന്ദറിൽ ആനന്ദമുളവാക്കി. സമുന്ദറിനെ കാണുവാനും സ്വീകരിക്കുവാനും കുടുംബാംഗങ്ങളെല്ലാവരും മുറ്റത്ത് കാത്തുനിന്നു. തന്റെ മകളുടെ രക്തം വീണ സമുന്ദർ സിംഗിന്റെ കൈകളിൽ ആ അമ്മ കടന്നുപിടിച്ചു. നഷ്ടപ്പെട്ടുപോയ മകനെ കണ്ടെത്തിയതിന്റെ സന്തോഷത്തോടെ അവർ സമുന്ദറിനെ അകത്തേക്ക് ആനയിച്ചു. പ്രായാധിക്യത്താൽ അവശനായ പിതാവിന്റെ അരുകിൽ പശ്ചാത്താപ വിവശനായി സമുന്ദർ സിംഗ് നിന്നു. മാപ്പു തരണം, എനിക്ക് മാപ്പു തരണം. പിതാവിന്റെ കൈകളിൽ സമുന്ദർ തലോടി. അവർ സമുന്ദർ സിംഗിന് വിരുന്നൊരുക്കി. ആ വിരുന്നിൽ വെച്ച് റാണി മരിയയുടെ അമ്മ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, സമുന്ദർ സിംഗിനോട് എനിക്ക് യാതൊരു വെറുപ്പുമില്ല. എൻ്റെ മൂന്നാമത്തെ മകനായി ഞാൻ സ്വീകരിച്ചു. ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ റിഫ്ലക്ഷൻ ഇതാ പുല്ലുവഴിയിലെ ഈ കൊച്ചു വീട്ടിൽ നിറഞ്ഞൊഴുകി. സിസ്റ്റർ റാണി മരിയ ഉപയോഗിച്ചിരുന്ന മുറിയിലേക്ക് സമുന്ദർ സിംഗ് കടന്നുവന്നു. വെള്ളവിരി പുതപ്പിച്ച കട്ടിലിനരികിൽ ചെന്ന് നിന്ന സമുന്ദർ സിംഗിന്റെ മനസ്സ് കുറ്റബോധത്താൽ വിങ്ങി. അവൻ കൈകൂപ്പി പൊട്ടിക്കരഞ്ഞു. മാപ്പ്, മാപ്പ്, മാപ്പ് തരില്ലേ എനിക്ക്? അവന്റെ സങ്കടം ഒരു വിലാപമായി മാറി ആ വീട്ടിൽ. എല്ലാവരും അവനെ ആശ്വസിപ്പിച്ചു. ഞങ്ങൾ ക്ഷമിച്ചു, ഞങ്ങൾ ക്ഷമിച്ചു സഹോദര, വിഷമിക്കാതെ. സമുന്ദറിന്റെ മനസ്സിൽ ആ വാക്കുകൾ ആശ്വാസമായി ഒഴുകിയെത്തിയെങ്കിലും കുറ്റബോധം അവനെ തളർത്തി. ഹോ, ഞാനത് ചെയ്തുപോയി. ആ മാടപ്പിറാവിന്റെ നെഞ്ചിൽ 53 പ്രാവശ്യം കത്തി കുത്തിയിറക്കി. എത്ര കഠോരമായി പോയി എന്റെ പ്രവർത്തികൾ. സിസ്റ്റർ റാണി മരിയയുടെ രക്തം വീണ കൈകൾ അവൻ നിലത്തുവെച്ച് ചവിട്ടി മെതിച്ചു. ദുഃഖം സഹിക്കാനാവാതെ സമുന്ദർ
ആ കൈകൾ കടിച്ചു കീറുവാൻ തുടങ്ങി. അമ്മ അവനോട് പറഞ്ഞു, ഞങ്ങളെല്ലാവരും ക്ഷമിച്ചു, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാവരും ക്ഷമിച്ചു. ഞങ്ങൾ ക്ഷമിച്ചു, ഞങ്ങൾ ക്ഷമിച്ചു. സമുന്ദർ സിംഗിന്റെ മനസ്സിൽ അമ്മയുടെ ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ പ്രകാശം പരത്തി സന്തോഷമായ ഒരു മനസ്സോടെ അവൻ യാത്രയായി. मन को निर्मल कर दो, निज रोशनी से भर दो, मन को ഇനിയും ഞാൻ വരും, തന്നെ മകനായി സ്വീകരിച്ച മാതാപിതാക്കളെ കാണുവാൻ, സഹോദരങ്ങളെ കാണുവാൻ. मन को शक्ति दे दो, मुक्ति का द्वार खोल दो. ഓദിയം ഫീതെ, ഹേറ്റ്രഡ് ഓഫ് ഫെയ്ത്ത്, അതാണ് ഒരു വ്യക്തിയെ രക്തസാക്ഷിയായി തിരുസഭ ഉയർത്തുന്നത്. സിസ്റ്റർ റാണി മരിയ ഒരു സാമൂഹ്യ പ്രവർത്തകയായിരുന്നു. ഹിയർ ദ ഓദിയം ഫീതെ ഓഫ് ദ പെർസിക്യൂട്ടേഴ്സ് ഈസ് not against the proclamation of the dogmatic faith, but against the living faith of റാണി മരിയ. റാണി മരിയ താൻ വിശ്വസിച്ച ഈശോയെ, താൻ ജീവിതം അർപ്പിച്ച ഈശോയ്ക്ക് വേണ്ടിയിട്ട് മുഴുവനായിട്ട് ജീവൻ അർപ്പിച്ച് ജീവിച്ചു. സിസ്റ്റർ റാണി മരിയയുടെ സാമൂഹ്യ പ്രവർത്തനം ഈ സ്നേഹത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന ഒന്നായിരുന്നു. നമ്മൾ ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെയും മരിയ ഗൊരേത്തിയുടെയൊക്കെ രക്തസാക്ഷിത്വങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ കൊലപ്പെടുത്തിയത് വിശ്വാസ സത്യങ്ങൾ പ്രഘോഷിച്ചതിൻ്റെ പേരിലല്ല, പ്രത്യുത അവരുടെ വിശ്വാസം അവർ ജീവിച്ചതിൻ്റെ പേരിലാണ്. തിരുസഭ റാണി മരിയയെ വാഴ്ത്തപ്പെട്ട രക്തസാക്ഷിയാക്കി ഉയർത്തുന്നത് അവളുടെ വിശ്വാസം ധീരതയോടെ സ്നേഹത്തോടെ ജീവിച്ചു എന്നതിൻ്റെ പേരിലാണ്. സിസ്റ്റർ റാണി മരിയയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഉദയനഗറിലെ ഇടവക ദേവാലയമാണിത്. അനേകം ആളുകളാണ് എല്ലാ ദിവസവും റാണി മരിയയുടെ കബറിടം സന്ദർശിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. ഉദയനഗർ എന്ന കുഗ്രാമത്തിന് പുതുവെളിച്ചം പകർന്ന സിസ്റ്റർ റാണി മരിയ കൂദാശകൾ സ്വീകരിച്ച ഈ ദേവാലയത്തിനുള്ളിലാണ് റാണി മരിയയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത്. ആ കബറിടത്തിൽ പൂക്കളർപ്പിച്ച് തിരികൾ കത്തിച്ച് വാഴ്ത്തപ്പെട്ട രക്തസാക്ഷിയായി തിരുസഭയിൽ ഉയർത്തിയ തങ്ങളുടെ പ്രിയപ്പെട്ടവളുടെ സഹപ്രവർത്തകയുടെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമമർപ്പിക്കുന്ന ഈ കൂട്ടുകാർ. ഇതാണ് സിസ്റ്റർ റാണി മരിയ താമസിച്ചിരുന്ന ഉദയനഗറിലെ സ്നേഹസദൻ കോൺവെന്റ്. ഇവിടെ നിന്നാണ് സിസ്റ്റർ കേരളത്തിലേക്ക് യാത്രയായതും വഴിമധ്യേ കൊല്ലപ്പെട്ടതും. കോൺവെന്റിനുള്ളിലെ സിസ്റ്റർ റാണി മരിയ താമസിച്ചിരുന്ന ഈ മുറി വളരെ പൂജ്യമായി സൂക്ഷിച്ചിരിക്കുന്നു. സമുന്ദർ സിംഗ് ഇപ്പോൾ എന്തു ചെയ്യുന്നു? സമുന്ദർ സിംഗിന്റെ വീട്ടിലേക്ക് ഒരു യാത്ര.
വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ സമുന്ദർ സിംഗിൻ്റെ വീട് കണ്ടുപിടിച്ചത്. ഉദയനഗറിൽ നിന്നും 100 കിലോമീറ്റർ ഉൾപ്രദേശത്താണ് സമുന്ദർ സിംഗിൻ്റെ വീട്. വീട്ടിലെത്തിച്ചേർന്നപ്പോൾ വീട് അടഞ്ഞുകിടന്നു. സുസ്മേരവദനായി സമുന്ദർ പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങളെ മര്യാദപൂർവം സ്വീകരിച്ചിരുത്തി. അതിഥി സൽക്കാരത്തിൽ വളരെ മുന്നിലാണ് ഇവർ. जल्दी चाय बनाया बढ़िया अच्छा दिख रहा है। पहली बार समुद्र के ऊपर में आया ना, चाय तो पीना ही पड़ेगा। समंदर सिबी से शालम टीवी चैनल से आया है। आपका ज़िंदगी के बारे में जानना चाहते हैं, आप कुछ बोल सकते हैं क्या? ठीक है, जितना याद होगा उतना बोलेंगे। अभी खेती में क्या क्या बोया है? सोयाबीन बोया। कैसे अच्छा चल रहा है? अच्छा सोयाबीन अच्छा है। സിസ്റ്റർ റാണി മരിയ സിസ്റ്ററിൻ്റെ അമ്മയ്ക്ക് അസുഖം കൂടുതലായ സമയത്ത് അതറിഞ്ഞിട്ട് സമുദ്ര സിംഗ് പുല്ലുവഴിയിലുള്ള വീട്ടിൽ വരികയും അമ്മയെ കാണുകയും പിറ്റേ ദിവസം അമ്മ മരിച്ചു പോവുകയും ആ സംസ്കാരത്തിലൊക്കെ പങ്കെടുക്കുകയും ചെയ്ത് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് സമുദ്ര സിംഗിനോടൊന്ന് സംസാരിക്കാം. समुद्र भैया, मैंने सुनी आप जो सिस्टर रानी मरिया की मम्मी बहुत बीमार थी, तभी केरल गया और उनके घर में भी जाकर मम्मी से मिली। उस टाइम का आपका क्या अनुभव है, जो तभी का अनुभव थोड़ा बता सकते हैं? मैं पहले जाता था, स्वामी जी के साथ में जाता था, मैं अकेला पहले कभी जा नहीं पाता था। लेकिन उस बार क्या है कि मम्मी से मिलने के लिए मैं अकेला ही गया था। आलवा में उतरा, मैं आलवा, फिर भैया लेने आया, स्टीफन भैया, वहाँ से घर गए। मम्मी की हालत देखी तो ज़्यादा हालत ख़राब था. സിസ്റ്റർ റാണി മരിയയുടെ അമ്മയ്ക്ക് അസുഖം കൂടുതലായി എന്നറിഞ്ഞ സമുന്ദർ സിംഗ് അമ്മയെ കാണാൻ 2016 സെപ്റ്റംബർ 2-ാം തീയതി മധ്യപ്രദേശിൽ നിന്നും ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ആ വിവരമറിഞ്ഞ സിസ്റ്ററിൻ്റെ വീട്ടുകാർ സമുന്ദറിനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നു. മകളെ അറുംകൊല ചെയ്ത സമുന്ദറിനോട് ക്ഷമിച്ച്, ഒരു മകനെപ്പോലെ സ്നേഹിച്ച്, കുരിശിലെ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ മാഹാത്മ്യം ലോകത്തിന് കാണിച്ചു കൊടുത്ത ആ അമ്മയുടെ അന്ത്യനിമിഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ മകൻ എത്തിച്ചേരുന്ന അസുലഭ മുഹൂർത്തം. അബോധാവസ്ഥയിൽ കിടന്നിരുന്ന ആ അമ്മ സമുന്ദർ വന്നു എന്ന് കേട്ട് കണ്ണു തുറന്നു. वहाँ से घर गए, मम्मी की हालत देखी तो ज़्यादा हालत ख़राब था. फिर चम्मच से पानी पिलाया उनको. അവസാന തുള്ളി വെള്ളം സമുന്ദർ അമ്മയ്ക്ക് പകർന്നു കൊടുത്തു. തൻ്റെ മകൻ്റെ കൈകൾ കൊണ്ട് പകർന്നു കിട്ടിയ വെള്ളം അമ്മ സ്വീകരിച്ചു. സമുദ്രന്റെ മനസ്സ് സങ്കടം കൊണ്ട് വിങ്ങിപ്പൊട്ടി. കഠാരമുനയാൽ ഈ അമ്മയുടെ മകളെ 53 കുത്തുകുത്തിക്കൊന്ന, തന്നോട് ക്ഷമിച്ച് തന്നെ ആലിംഗനം ചെയ്ത് മകനെപ്പോലെ ചേർത്ത് നിർത്തിയ ആ അമ്മയുടെ കൈകളിൽ സമുന്ദർ സിംഗ് തെരുതെരെ ചുംബിച്ചു.
സിസ്റ്റർ റാണി മരിയയുടെ പ്രാർത്ഥനാമുറിയിൽ പശ്ചാത്താപ വിവശനായി സമുന്ദർ കൈകൂപ്പി നിന്നു. ക്ഷമിക്കണം ദൈവമേ, ഈ പാപിയോട് ക്ഷമിക്കണം. സമുന്ദർ അവിടം വിട്ടു പോകുന്നതിന് മുൻപ് അമ്മ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. पानी पिलाने के बाद मैं आने लगा तो मैं रास्ते में ही था और मम्मी चले गए. मेरा रास्ता ही देखता रहता है, पता नहीं. तो रास्ते से वापस मैं फिर के गया. मम्मी के अंतिम संस्कार में शामिल हुआ. वापस गए? हाँ, वापस गया. സമുന്ദർ സിംഗ് വരുവാൻ കാത്തിരുന്നതുപോലെയായിരുന്നു അമ്മയുടെ മരണം. അന്ത്യോപചാരം അർപ്പിക്കുന്നവരുടെ കൂടെ സമുന്ദർ സിംഗും എത്തിച്ചേർന്നു, തന്റെ അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ. വന്ദനം, വന്ദനം അമ്മേ. മകന്റെ അവകാശത്തോടെ തന്നെ സമുന്ദർ സിംഗ് അമ്മയുടെ ശവമഞ്ചം ചുമന്നു നടന്നു. അതെ, ഇത് ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ ഒരു നേർക്കാഴ്ച, ഒരു സ്നേഹക്കാഴ്ച. ഞാനൊരു ക്യാൻസർ രോഗിയായിരുന്നു. ഡോക്ടർമാർ എനിക്ക് 6 മാസം മാത്രമാണ് വിധി എഴുതിയത്. ഞാൻ പെരുമ്പാവൂർ സാൻജോ ഹോസ്പിറ്റലിൽ കീമോതെറപ്പി ചെയ്തുകൊണ്ടിരുന്ന ദിവസങ്ങളിൽ ഒത്തിരി അവശതയിലായിരുന്നു. അപ്പോൾ ചേച്ചി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ചേച്ചി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മോളെ നിനക്ക് ഒത്തിരി വയ്യല്ലോ, അപ്പച്ചനും അമ്മയ്ക്കും നിൻ്റെ സ്ഥിതി കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ സിസ്റ്റർ തെരേസ് നായിക്കമ്പറമ്പിലച്ഛൻ്റെ കൂടെ വചനപ്രഘോഷണം നടത്തിക്കൊണ്ടിരുന്നൊരു സിസ്റ്ററാണ്. സിസ്റ്ററിനെയും കൊണ്ട് ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥിക്കട്ടെ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി പൊക്കോ എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ചേച്ചി ഓടി വളരെ സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, മോളെ സിസ്റ്ററിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വിഷൻ കിട്ടി, നമ്മുടെ വീട്ടിൽ ഭാഗ്യവതിയായിട്ട് ഒരാളുണ്ടെന്ന് സിസ്റ്റർ പറഞ്ഞു, റോമിൽ നിന്നും വിശുദ്ധിയായിട്ട് വിളിക്കപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി വളരെ സന്തോഷത്തോടെ പറഞ്ഞത്, കാരണം 26-ാമത്തെ വയസ്സിൽ ക്യാൻസറായിട്ട് മരിക്കാൻ പോകുന്ന ഞാനാണ് ആ വിശുദ്ധയെന്നായിരുന്നു ചേച്ചി ധരിച്ചിരുന്നത്. അതുകൊണ്ട് ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ അതുകൊണ്ട് വിശുദ്ധിയായിട്ടായിട്ട് മോള് മരിക്കാൻ പോകുന്നത്, സഹനങ്ങളൊക്കെ നന്നായിട്ട് എടുക്കണം കേട്ടോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ദർശനങ്ങളിലൊന്നും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ ഉള്ളിൽ അല്പം ഒന്ന് ചിരിച്ചെങ്കിലും ചേച്ചി അത് പറഞ്ഞതുകൊണ്ട്, പക്ഷേ അന്നത്തെ എൻ്റെ സഹനങ്ങളെല്ലാം എനിക്ക് സന്തോഷപൂർവ്വം എടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു സത്യമാണ്. പിന്നെ അപ്പോൾ അന്ന് സിസ്റ്റർ തെരേസിന് കിട്ടിയ ആ വിഷൻ ഇന്ന് അന്വർത്ഥമാകുന്നു. കൃഷി ചെയ്താണ് സമുന്ദർ ജീവിക്കുന്നത്. ചോളവും സോയാബീനും പ്രധാന കൃഷി. ഏകനായാണ് താമസം. കൂട്ടിന് കുറെ പശുക്കളും ആടുകളും മാത്രം. ഇതാണ് ഇൻഡോറിലെ നോച്ചംബോർ വനമേഖല. ഈ കാനനപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് സിസ്റ്റർ റാണി മരിയ കൊല്ലപ്പെട്ട വനാന്തർഭാഗത്തെത്തിച്ചേരാം. ഈ വഴിയോരത്ത് വെച്ചാണ് സിസ്റ്റർ റാണി മരിയയെ 40ഓളം യാത്രക്കാരുടെ മുൻപിൽ വെച്ച് ബസ്സിൽ നിന്ന് വലിച്ചിറക്കി സമുന്ദർ സിംഗ് എന്ന വാടക കൊലയാളി കുത്തിക്കൊന്നത്. റാണി മരിയ സിസ്റ്ററുടെ കുടുംബാംഗങ്ങളുടെ ക്ഷമിക്കുന്ന സ്നേഹം അനുഭവിച്ചറിഞ്ഞ സമുന്ദർ സിംഗ് എല്ലാ മാസവും തൻ്റെ കൈകളാൽ കൊല്ലപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ രക്തം വീണ ഈ സ്ഥലത്തെത്തിച്ചേരും.
ചെയ്തു പോയി ഞാൻ, തിരുത്തപ്പെടാൻ പറ്റാത്ത തെറ്റ്. മനസ്സിന് ശാന്തി വേണം. ഈ കത്തിയെരിയുന്ന തിരി പോലെ എരിയുകയാണ് എൻ്റെ ഹൃദയം. ഓരോ സന്ദർശനവും പ്രാർത്ഥനയും മനസ്സിലെ ഭാരം കുറയ്ക്കുന്നു എന്ന തിരിച്ചറിവ് സമുദ്രത്തിൽ ആശ്വാസമുളവാക്കുന്നു. പരിശുദ്ധ സിംഹാസനം സിസ്റ്റർ റാണി മരിയയെ വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി എന്ന പദവിയിലേക്ക് ഉയർത്തിയപ്പോൾ ലോകം അത്ഭുതത്തോടെയാണ് കണ്ടതും കേട്ടതും. മകളെ കൊന്ന കൊലപാതകിയോട് ക്ഷമിച്ച കുടുംബാംഗങ്ങളുടെ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ മാഹാത്മ്യം. നമുക്ക് എത്ര പേരോട് വൈരാഗ്യമുണ്ട്, വെറുപ്പുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കാം. നമുക്ക് രമ്യതപ്പെടാം. നമ്മോട് തെറ്റ് ചെയ്യുന്നവരോട് നമുക്കും ക്ഷമിക്കാം. ഹൃദയഭാരം കുറയ്ക്കാം. കുരിശിലെ ക്ഷമിക്കുന്ന സ്നേഹം നമുക്ക് ആസ്വദിക്കാം, ആഹ്ലാദിക്കാം. दिल में आस लगाए, द्वार तुम्हारे आए. दिल में आस लगाए, कृपा करो प्रभु दया करो, कृपा करो प्रभु दया करो. द्वार तुम्हारे आए, दिल में आस लगा.